Hi friends, welcome back to Anu's Kitchen. ഇന്ന് നമ്മൾ വീണ്ടും ഒരു നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് കൊഴുക്കട്ട. പുറമേ വളരെ കനം കുറഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഞാനൊരു പാനിൽ ഒരു 1/4 കപ്പ് ശർക്കര ഇട്ടു. മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. കറക്റ്റ് അങ്ങനെ ഒരു അളവിൽ തന്നെ എടുക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം ഇതിനകത്ത് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. നിങ്ങൾ പൊടി ഇല്ലാത്ത ശർക്കരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ അരിച്ചെടുത്ത ശർക്കരയിലോട്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുമ്പം ശർക്കര കൂടുതലാണ്, മധുരം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇനി ഈ തേങ്ങയിലോട്ട് ശർക്കര നന്നായിട്ട് പിടിച്ച് വരണം. ഇത് നല്ല ഡ്രൈ ആയി വരണം. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ടും ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അതും നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതേ തേങ്ങയിലോട്ട് ശർക്കരയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 2 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. എല്ലാം കൂടി കൈവച്ച് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ നെയ്യും ഉപ്പും നല്ലോണം മാവിലങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ, അത്രയും കട്ടിയാവാൻ പാടില്ല. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. ഉണ്ടോ, ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കുറച്ചൊരു ചെറിയ ബോൾ മാവ് എടുക്കാം. ഇതുപോലെ അത് കൊഴുക്കട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി കയ്യിൽ വെച്ചൊന്നിങ്ങനെ പരത്തിയിട്ട് നമ്മുടെ വിരൽ വെച്ച് തന്നെ ഇതിനെ ഇങ്ങനെ പരത്തിയെടുക്കാം. ഓക്കെ, നല്ല തിന്നായിട്ട്, ഒട്ടും കനവില്ലാതെ നമുക്ക് പരത്താൻ പറ്റും. അരിപ്പൊടി പോലെയല്ല, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നല്ലോണം പറ്റുന്നിടത്തോളം തിന്നായിട്ട് അങ്ങ് പരത്താം. പൊട്ടുന്ന രീതിയിലല്ല, എന്നാലും അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തണം. എവിടെയെങ്കിലും കട്ടിയായിട്ടിരിക്കുന്നെങ്കിൽ ഇതുപോലെ വിരൽ വെച്ച് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ അങ്ങ് പരത്താൻ പറ്റും. മാവിൻ്റെ പരുവം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം, എന്നാലേ നമുക്കിങ്ങനെ എളുപ്പത്തിൽ പരത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തു. ഇനി നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ അങ്ങ് കവർ ചെയ്ത് എടുക്കാം. കവർ ചെയ്ത് കഴിയുമ്പം ഏറ്റവും മുകളിൽ കുറച്ച് മാവ് കൂടുതലായിട്ട് വരും, അതങ്ങ് എടുത്ത് കളയണം. അപ്പോൾ ആ സൈഡും ഒട്ടും കട്ടിയില്ലാതെ തന്നെ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ ഞാനങ്ങ് എടുത്ത് കളയുവാണ്. നല്ലതായിട്ടൊന്ന് സീൽ ചെയ്തിട്ട് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് നല്ല ഷേപ്പാക്കി എടുക്കാം. ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി. ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒരു ബോൾ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിങ്ങനെ പരത്തിയെടുക്കുക. പറ്റുന്നിടത്തോളം കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെക്കാം. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത് കഴിയുമ്പം മുകളിൽ എക്സ്ട്രാ വരുന്ന മാവങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കൈവച്ച് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇവിടെ കൊഴുക്കട്ടയെല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിക്കണം. അപ്പോൾ ഞാനൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണയൊന്ന് തേച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇതൊരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവി കയറ്റി എടുത്താൽ മതി. പെട്ടെന്ന് റെഡിയായി കിട്ടും. നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നു. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഗോതമ്പ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ എടുക്കരുത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെക്കുക, അടയ്ക്കണ്ട. തുറന്ന് തന്നെ വെക്കുമ്പോൾ ആവിയൊക്കെ പോയിട്ട് അതൊന്ന് തണുത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഈ കൊഴുക്കട്ടയെല്ലാം ഞാൻ സ്റ്റീമറിൽ നിന്ന് എടുത്തു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു തിന്നായിട്ടുള്ളൊരു ലെയറാണ് ഗോതമ്പുള്ളത്. ആ ഗോതമ്പിൻ്റെ ചെറിയൊരു ലെയറും പിന്നെ ഉള്ളിലുള്ള ഫില്ലിങ്ങും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടമാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ, ഒട്ടും കട്ടിയാവത്തില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.